പിന്നെ ഒരു ലൈറ്റിംഗ് സെലക്ട് ചെയ്യുന്ന മറ്റൊരു ഏരിയയാണ് നമ്മളെ പാസേജ്. അതായത് സിറ്റ് ഔട്ടിൽ നിന്ന് ഹാളിലേക്ക് പോണ ഒരു നീളത്തിലുള്ള ഏരിയ ഉണ്ടാവും പല സ്ഥലങ്ങളിലും. ഈ സ്ഥലങ്ങളിൽ നമുക്ക് ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, സീലിംഗിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിക്ക് ഒരു സ്ട്രിപ്പ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ലൈറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു പ്രശ്നമാണ്, ഒരു 3 മീറ്റർ ലെങ്ത്തുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിലും 2 ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഏരിയനെ പക്കാ നെഗറ്റീവ് എഫക്റ്റിലേക്ക് കൊണ്ടുപോകാനുള്ള ലൈറ്റിംഗ് ആണ് ഇപ്പം ഈ പറഞ്ഞ 2 ലൈറ്റിംഗ് എന്നുള്ളത്. ഇവിടെ ഒരിക്കൽ പോലും വാട്സ് കൂട്ടിയിട്ടുള്ളതാവാൻ പാടില്ല. അതായത് ഒരു ക്യൂരിയോസിറ്റി വേണം. ആ ഒരു പാത്ത് വേ കഴിഞ്ഞിട്ട് ഈ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത്, അതായത് ആ ബെഡ്റൂം ഈ ഒരു പാത്ത് വേയിലൂടെ അവർ സിറ്റ് ഔട്ടിൽ നിന്ന് എൻട്രി ആവുന്ന സമയത്ത് ഓവർ ലൈറ്റിംഗ് ഒരിക്കലും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഓവർ ലൈറ്റിംഗ് കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കണ്ണിൽ ആ ലൈറ്റിംഗ് എഫക്റ്റ് കൂടുതലായി കിട്ടിക്കഴിഞ്ഞു. ആ ലൈറ്റിംഗ് എഫക്റ്റ് കിട്ടിയിട്ട് നമ്മൾ ലീവിങ്ങിലേക്ക് കയറുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ് അതിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വാളിൽ എന്തെങ്കിലും ഡെക്കോറും ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊന്നും അവർക്ക് എഫക്റ്റ് ആവില്ല. ഈ കാണുന്ന വാളിൽ തന്നെ ചില ആളുകൾക്ക് ഫോട്ടോ ഫ്രെയിം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും, പക്ഷെ അതൊന്നും എഫക്റ്റ് ആവില്ല ഇവിടെ വലിയ ലൈറ്റിങ്ങൾ കൊടുക്കുമ്പോൾ. ഈ പോർഷനിൽ നമ്മൾ ആംബിയൻസിന് വേണ്ടിയിട്ട് ഈ ഒരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ 3 മീറ്റർ ലെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമം ഏറ്റവും ചെറിയ ലൈറ്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം, 4 ലൈറ്റിംഗ് എങ്കിലും ചൂസ് ചെയ്തിട്ട് ഏറ്റവും ചെറിയ വാട്സ്, അതായത് 3 വാട്സിന്റെ 4 ലൈറ്റിംഗ്, അല്ലാതെ 12 വാട്സിന്റെ നമ്മൾ 2 ലൈറ്റിംഗ് കൊടുക്കുമ്പോൾ 24 വാട്സ് ആണ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഏരിയക്ക് നമുക്ക് മാക്സിമം വേണ്ടത് 3 വാട്സിന്റെ 4 ലൈറ്റ് ആണ്. അതായത് നമുക്ക് അവിടെ കിട്ടേണ്ടത് 12 വാട്സ് മതി. കാരണം ആ ഏരിയ നമുക്ക് ഒരിക്കലും റീഡിങ്ങിനോ മറ്റൊന്നിനും നമ്മൾ യൂസ് ചെയ്യുന്നതല്ല, അത് നമ്മൾ വീട്ടിലേക്കുള്ള എൻട്രി ആണ്. ആ എൻട്രീന് നമ്മൾ മാക്സിമം അവർക്ക് എന്ത് ചെയ്യണം, ഒരു ക്യൂരിയോസിറ്റി കൊടുക്കുകയാണ്. ഓവർ ലൈറ്റിംഗ് ഒന്നും കൊടുക്കാതെ അവർക്ക് നല്ലൊരു ആംബിയൻസ് എൻട്രി കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഈ വെച്ച ലൈറ്റിങ്ങുകൾക്കൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി 3 വാട്സിന്റെ ബീം ആംഗിൾ കുറവേക്കാരം. അതുകൊണ്ട് തന്നെ വാളിലേക്ക് മാക്സിമം ലൈറ്റിംഗ് കിട്ടിയിട്ടുണ്ടാവും. ഈ വാളിൽ എന്താണോ നമ്മൾ ഡിസൈൻ ചെയ്തത് അതൊക്കെ എന്ത് ചെയ്യും, അവർക്ക് ഔട്ട്പുട്ട് ആയിട്ട് എന്ത് ചെയ്യും, വരുന്ന ആളുകൾക്ക് ഫീൽ ആവും ചെയ്യും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഡൈനിങ് ഹാള്. അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വരുന്ന പല പ്രശ്നങ്ങളിലും വരുന്നത്, ഡൈനിങ് ഹാളിൻ്റെ ടോട്ടൽ ഏരിയ നമ്മൾ എടുത്ത് അതിലും ഈ പറയപ്പെടുന്ന രീതിയിൽ എന്ത് ചെയ്യും, 4 ലൈറ്റിങ്ങോ അല്ലെങ്കിൽ 6 ലൈറ്റിങ്ങോ നമ്മളതിൽ ചൂസ് ചെയ്തിട്ടുണ്ടാവും. അതും ഈ പറയപ്പെടുന്ന സീലിങ്ങിൽ പല ഡിസൈൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സീലിങ്ങിൽ ഇങ്ങനെ ഒരു കട്ടിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കട്ടിങ്സിൽ നമ്മൾ ഇങ്ങനെ 4 ചെറിയ ലൈറ്റിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ആ ലൈറ്റിങ്ങിന് പുറമെ നമ്മൾ എന്ത് ചെയ്യും, സെൻറ്ററിൽ 4 ലൈറ്റിങ് കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ മറ്റ് ഉള്ള ഏരിയനെക്കാട്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതായത് നമ്മളെ ടേബിൾ ഉണ്ട്. അതാണ് നമ്മളവിടെ ഫോക്കസിങ് ഏരിയ. ആ ടേബിൾ ഫോക്കസ്ഡ് ആവണം. വരുന്ന ആളുകളും അതിലിരിക്കുന്ന ആളുകളും ആ ടേബിൾ ഫോക്കസ് ചെയ്യണം. ആ ടേബിൾ ഫോക്കസ് ചെയ്യാൻ ഒരിക്കൽ പോലും നമ്മളിവിടെ നോർമൽ ആയിട്ടുള്ള ലൈറ്റിങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല. അവിടെ കൊടുക്കേണ്ട ലൈറ്റിങ് കോബ് സീരീസിലെ മാക്സിമം ബീം ആംഗിൾ കുറഞ്ഞിട്ടുള്ള ലൈറ്റ് കൊടുക്കണം. അതായത് ഏറ്റവും ബീം ആംഗിൾ കുറഞ്ഞ ലൈറ്റിങ്ങൾ, അതൊരു 24 ഡേ വരുന്ന ബീം ആംഗിൾ, 24 ഡിഗ്രി വരുന്നതോ അല്ലെങ്കിൽ 20 ഡിഗ്രി വരുന്ന ബീം ആംഗിളുള്ള ലൈറ്റിങ്ങുകളോ നമ്മൾ അവിടെ കൊടുക്കാനായിട്ട്. കാരണം ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു ഹാങ്ങിങ് പ്രൊവൈഡ് ചെയ്യാം. ഹാങ്ങിങ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാം, ലീനിയർ ടൈപ്പ് ഹാങ്ങിങ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാം. ബാലൻസ് വരുന്ന ഏരിയയിൽ നമുക്ക് കൺവേർട്ട് ചെയ്യുന്ന ലൈറ്റിംഗ് കിട്ടേണ്ടത് ഈ വരുന്ന ചെറിയ ലൈറ്റിങ്ങൾ വെച്ചിട്ടാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, നമ്മൾ ഇരിക്കുന്ന ടേബിളിന് മുകളിലോട്ടാണ് ലൈറ്റിംഗ് ഉണ്ടാവുക. ഒരിക്കലും നമ്മളെ തലയുടെ മുകളിലോട്ടൊന്നും ലൈറ്റിംഗ് ഉണ്ടാവില്ല. കാരണം അവിടെ ഇപ്പോൾ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയാണ് മാക്സിമം വിസിബിൾ ആയിട്ട് കാണേണ്ടത്. അപ്പോൾ അതിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആയിട്ട്, അതിൻ്റെ ഔട്ടറിലേക്ക് ഒന്നും ഫോക്കസ് പോകേണ്ട ആവശ്യമില്ല, അതിലേക്ക് മാത്രം ഫോക്കസ് ആവുന്ന രീതിയിൽ വേണം ഡൈനിങ് ഹാളിൽ നമുക്ക് ലൈറ്റിംഗ് കൊടുക്കാൻ. അപ്പോൾ ഡൈനിങ് ഹാളിൽ ഈ കൊടുക്കുന്ന ലൈറ്റിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് 3 നിന്നും 5 വാട്സിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. 5 വാട്സിലേക്ക് കൺവേർട്ട് ചെയ്ത ലൈറ്റിംഗ് ആണ് ഈ ഒരു പോർഷൻ ഔട്ടർ ഏരിയയിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. കാരണം ഇവിടെ വേറെ ലൈറ്റിംഗ് സോഴ്സ് ഇല്ല. ഈ ലൈറ്റിങ്ങിന് അധികം ഡേ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് മാക്സിമം പോണത് ഈ ഒരു സർഫസ് ഏരിയയിലേക്ക് മാത്രമാണ് പോകുന്നത്. അപ്പോൾ അതിൽ കൂടുതലായിട്ടുള്ള ഏരിയയിലേക്ക് അത് പ്രൊവൈഡ് ആവണില്ല എന്നുള്ളതാണ്. പിന്നീട് എല്ലാ കസ്റ്റമേഴ്സും ഇങ്ങനെയൊക്കെ ലൈറ്റിംഗ് നോക്കിയാലും ബാത്റൂം സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ലൈറ്റിംഗ് വളരെ കുറവായിരിക്കും. കുറവല്ല, ചിലപ്പോൾ ഒരൊറ്റ ലൈറ്റിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഒരു നീളത്തിലുള്ള ഒരു ബാത്റൂമാണ്, ഒരു 160 സെൻറ്റിമീറ്റർ വിട്ടും ലെങ്ത്ത് ഒരു 250 സെൻറ്റിമീറ്ററിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് ഇതൊരു വെറ്റ് ഏരിയ ആയിട്ടുള്ള ഡ്രൈ ഏരിയ ആയിട്ടുള്ളതൊന്നും വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയ ആയിട്ട് വരും. അതായത് നമുക്ക് ക്ലോസറ്റിലുള്ള ഒരു സ്പേസും വാഷ് ബേസിനുള്ള ഒരു സ്പേസുമായിട്ട് ഇത്ര ഏരിയ വരും. ചില ആളുകൾക്ക് ഇത് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടാവും. ഇവിടുന്ന് മാക്സിമം നമ്മൾ കുളിക്കുന്ന സമയത്ത് നീരാവി വരുന്ന സ്ഥലമാണ്. ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക നോർമൽ ലൈറ്റ്, പാനൽ ലൈറ്റ് ആണ് ഉണ്ടാവുക. നോർമൽ പാനൽ ലൈറ്റിൻ്റെ IP റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ് വരുന്നത്.
ആ ലൈറ്റ് മാത്രം മതി നമ്മുടെ വീട്ടിലെ കംപ്ലീറ്റ് പവർ സപ്ലൈനെയും കളയാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് പല സ്ഥലങ്ങളിലും ഇല്ല, അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളത് ഓക്കെയാണ്. പക്ഷെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വീടുകളിലും ഇങ്ങനെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ ഉണ്ടാവും, വെറ്റേരിയൻ ഡയേരിയം മാറ്റാൻ വേണ്ടിയിട്ട്. ആ സ്ഥലങ്ങളിൽ മാക്സിമം നമുക്ക് എന്ത് ചെയ്യണം, IP65 ഉള്ള ലൈറ്റിംഗ് സീരീസ് തന്നെ നമ്മൾ 55 മിനിമം കൊടുക്കണം. എന്നാലാണ് അവിടെ മാക്സിമം ഉള്ള ഔട്ട്പുട്ട് നമുക്ക് ആ ലൈറ്റ് കംപ്ലൈന്റ് ആവാതെ കിട്ടുള്ളൂ. ആ ലൈറ്റ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ ELCB ട്രിപ്പിങ്ങിലേക്ക് മാറും, എർത്ത് ലീക്കേജ് ഉണ്ടാവും, അങ്ങനെ കുറേ ഇഷ്യൂസ് വരും. കാരണം അത് എവിടെയാണ് കംപ്ലൈന്റ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം എടുക്കും. കാരണം ബാത്റൂമിലെ ലൈറ്റിന് അത്ര നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല എന്നുള്ളതാണ്. അത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈറ്റിംഗ് കൊടുക്കുന്നത് അത് മിനിമം IP65 എങ്കിലും കൊടുക്കണം. ബാക്കിയുള്ളത് IP65ന്റെ മുകളിലോട്ടാണ് കേട്ടോ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് പോർഷനായിട്ട് രണ്ട് ലൈറ്റിനെ കൺവേർട്ട് ചെയ്യാം. ഇതൊക്കെ മാക്സിമം 3 വാട്ട്സിന്റെ ലൈറ്റാണ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത്. കാരണം ബാത്റൂമിൽ ഒരിക്കലും നമുക്ക് ഹൈ ബ്രൈറ്റ്നസിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഈ ലൈറ്റിങ്ങൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ ബാത്റൂം ആണെന്നുണ്ടെങ്കിലും ഇത്ര പോർഷൻ അതിന് കറക്റ്റ് സെൻറ്ററിൽ വേണം ലൈറ്റിങ് കൊടുക്കാനായിട്ട്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ക്ലോസറ്റിന്റെ ഹെഡിലോട്ടായിട്ടോ വാഷ് ബേസിന്റെ മുകളിലോട്ടായിട്ടോ ലൈറ്റ് കൊടുക്കരുത്. കാരണം വാഷ് ബേസിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ലൈറ്റിംഗ് ഉണ്ടാവും, നമ്മൾ ഈ സർഫസ് ഏരിയനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരിക്കൽ പോലും ഇതിലോട്ട് ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയി നോക്കി കഴിഞ്ഞാലും ഈ വാഷ് ബേസിന്റെ മുകളിലോട്ട് ലൈറ്റിംഗ് ഉണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാൾ യൂസ് ചെയ്തതിനു ശേഷം അതിൽ എന്തെങ്കിലും ഡസ്റ്റോ എന്തെങ്കിലും കച്ചറ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്ത് കാണിക്കൂല. പിന്നെ അത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വിട്ടിട്ട് ലൈറ്റ് വെക്കുന്നതും. അതുപോലെ തന്നെ ഈ ലൈറ്റുകൾ പരമാവധി വാം കളറിലോട്ട് മാറ്റുന്നതും അതുകൊണ്ടാണ്. കാരണം വാമിൽ നമുക്ക് ഒന്നും കൂടി ഒരു പ്രൊഡക്റ്റിനെ കാണുന്നത് ഒന്നും കൂടി വിസിബിലിറ്റി കുറയും എന്നുള്ളതുകൊണ്ടാണ് ആ രീതിയിലേക്ക് ബാത്റൂമിൽ നമ്മൾ വാം ലൈറ്റ് പ്രിഫർ ചെയ്യുന്നത് നല്ലത്. ഒരു വീട്ടിലേക്ക് വൈറ്റ്, വാം വൈറ്റ്, ന്യൂട്രൽ വൈറ്റ് ലൈറ്റുകൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഓരോ ബെഡ്റൂമും അല്ലെങ്കിൽ ഓരോ ഏരിയക്കും ഡിഫറെൻറ്റ് യൂസേജുകളുണ്ട്. നമ്മുടെ വീട്ടിലൊരു പ്രായമുള്ള ആളുകളാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ആ റൂമിൽ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ ബാത്റൂമാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിലെ ലൈറ്റിംഗ് ടെക്നോളജി വെച്ചിട്ടുള്ള വാം കളറിൽ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് ഒരിക്കലും പ്രൊഡക്റ്റ് കാണാൻ കഴിയില്ല. കാഴ്ച കുറവുണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ തന്നെ മാക്സിമം അവർക്ക് കൊടുക്കണം. കുട്ടികളുള്ള റൂമിലാണ്, ലേഡീസ് ചെറിയ പെൺകുട്ടികളുടെ റൂമിലാണെന്നുണ്ടെങ്കിൽ സ്ട്രിപ്പ് ലൈറ്റ് ഒരിക്കലും നമ്മൾ വാങ്ങി പ്രൊവൈഡ് ചെയ്യേണ്ട. കാരണം അവർക്ക് ആ റൂമിൽ ഒരു ആംബിയൻസ് നമ്മുടെ ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരാളുകൾക്ക് ഫീൽ ആവുന്ന രീതിക്കൊന്നും അല്ല അവർക്ക് ഫീൽ ആവുക. അവർക്ക് മാക്സിമം എന്ത് ചെയ്യണം, എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ വരുന്ന സ്ട്രിപ്പ് ലൈറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പിങ്ക് കളറിലോട്ടോ അങ്ങനെ ഇതിൽ കൺവേർട്ട് ചെയ്യണം. അവർ ആ പോർഷനിൽ മാത്രമായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. ജെൻസിൻ്റെ ആണ് വരുന്നുണ്ടെങ്കിൽ അവരൊരു പാറ്റേണിലേക്ക് വരുമ്പോൾ ബ്ലൂ കളർ, ചെറിയ ആൺകുട്ടികളുടെ റൂമിലേക്കാണെങ്കിൽ ബ്ലൂ കളർ, അതൊക്കെയാണ് അവർക്ക് എഫക്റ്റ് ആവുക. അങ്ങനെ ഓരോ ബെഡ്റൂമും ഓരോ ഹാളും അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലർ ഏരിയനെ ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ ലൈറ്റിംഗ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈറ്റിംഗ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയറിനെ വളരെ മോശമാക്കാനും ലൈറ്റിംഗ് കൊണ്ട് കഴിയും. നോർമലായിട്ട് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനെ വളരെ അട്രാക്റ്റീവ് ആക്കി മാറ്റാനും ലൈറ്റിങ്ങിന് കഴിയും. ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ കാണുന്ന രീതിക്കുള്ള ലൈറ്റിംഗ് അല്ല. അതിൽ ഒരുപാട് പഠനം നടത്തിയിട്ടുണ്ട്, ഒരുപാട് ഔട്ട്പുട്ടുകൾ അതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്ക് ലൈറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അതിൻ്റെ ആ വീടാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ബെറ്റർ ഫീൽ ആയിരിക്കും അതിന് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ലൈറ്റിംഗ് എപ്പോഴും നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴും ഇത്തരം കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ട് വേണം ലൈറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ഒരു പാറ്റേൺ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ലൈറ്റിങ്ങിൻ്റെ ബീം ആംഗിൾ എത്ര തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അത് എത്ര ഡിസ്റ്റൻസിൽ വെക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് നെക്സ്റ്റ് ഒരു സെക്ഷനിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാം.